നമസ്കാരം. ആര്യാണേ, ഞാനല്ലേ ആര്യ. നിന്റെ പേര് പറ. യാദവാണേ. അപ്പളേ എനിക്ക് ഇന്ന് ഓഫാണ്. അപ്പം എനിക്ക് ഓഫാണ്. എൻ്റെ എൻ്റെ യാദൂട്ടൻ ഇന്ന് അവധിയുവാ. അപ്പം ഞങ്ങളുടെ ഒരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? വലിയ ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പറയാമോ എന്ന് എനിക്കറിയത്തില്ല. എനിക്കങ്ങനെ ഷൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നോ വലിയ ധാരണയില്ല. എന്നാലും അറിയാവുന്ന കുറച്ച് ധാരണ വെച്ചിട്ട് ഞങ്ങളുടെ ഒരു കുറച്ചൊരു കാര്യങ്ങൾ കാണിച്ചു തരാവേ. അപ്പം ഇന്നിപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഞാൻ ഇവൻ എഴുന്നേറ്റ് വന്ന് ഇവൻ പല്ലൊക്കെ തേച്ചിട്ടൊക്കെ ഇരിക്കുന്നതേ ഉള്ളൂ ഗൈസ്. ഞാൻ കുളിച്ച് എൻ്റെ പരിപാടികളെല്ലാം ഏകദേശം കുറച്ച് രാവിലത്തെ ആ ഒരു ഓട്ടപ്പാച്ചിലൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കും. അന്നേരം ഓർത്ത് എന്നാൽ പിന്നെ ഒരു വെറുതെ ഇരിക്കുമല്ലേ, ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുത്താലോ എന്ന്. അപ്പം ഞങ്ങൾ ആദ്യം പോയിട്ട് ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല. ഇന്നിവിടെ ഇടിയപ്പവും കടലക്കറിയാണേ. അപ്പം ഞാനത് ചിരിച്ചത്. ഇവൻ്റെ ഭാഷയെ പറഞ്ഞ വൈറ്റ് നൂഡിൽസും കടലക്കറിയും. അപ്പോൾ ഇന്ന് അത് കഴിച്ചിട്ട് നമ്മൾ പതുക്കെ നമ്മുടെ കാര്യങ്ങളൊക്കെ തുടങ്ങാം. എനിക്ക് കടന്ന് ഉറങ്ങും, അമ്മ കടന്ന് ജോലി ചെയ്യും. അങ്ങനെയാ? അതെ, അത് അങ്ങനെയാ. അവൻ കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ കിടന്ന് ജോലി ചെയ്യും. എൻ്റെ വീഡിയോസൊക്കെ കണ്ട് ഒത്തിരി പേര് നല്ലതാന്ന് പറയുന്നവരുണ്ട്, കുറേ മാറ്റങ്ങൾ വരുത്തണം എന്ന് പറയുന്നുണ്ട്. മാറ്റങ്ങളെല്ലാം വരുത്താൻ ശ്രമിക്കുന്നതായിരിക്കും. പിന്നെ നമുക്ക് ഇത്രയും വീഡിയോ ചെയ്യുമ്പോഴത്തേനും കൂടത്തിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അവരോടൊക്കെ ഒത്തിരി സ്നേഹവും നന്ദിയൊക്കെ ഉണ്ട് കേട്ടോ. എൻ്റെ പോരായ്മകളൊക്കെ തിരുത്തി നല്ല നല്ല വീഡിയോസായിട്ട് ഞാൻ വരുന്നതായിരിക്കും ഇനി. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. കണ്ടിട്ട് വന്നാലോ? ബാ. യാദൂട്ടന് തന്നെ കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അവന് കയ്യെ പറ്റുന്നതോ അങ്ങനെയൊന്നും അവന് ഇഷ്ടമില്ല. അവൻ തന്നെ കഴിക്കത്തില്ല. പക്ഷേ ഈ ഇടയായിട്ട് അവൻ ഇപ്പോൾ തന്നെയൊക്കെ കഴിക്കാനൊക്കെ വന്നിരിക്കുന്നുണ്ട്. ഇരിക്കുന്നതൊക്കെ കൊള്ളാം. എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് അവൻ കാണിക്കാതിരിക്കത്തില്ല കേട്ടോ. ഇന്നിപ്പോൾ കാണിച്ചത് ആ ചായ മുഴുവൻ അവിടെ മറിച്ചൊഴിച്ചു കേട്ടോ. അപ്പം ഞാൻ നോക്കി ചെയ്യാത്തത് എന്താണെന്ന് ചോദിച്ചതിനുള്ള പിണക്കമാണ് മുഖത്ത് കാണുന്നത്. അപ്പോൾ കഴിച്ചൊക്കെ കഴിഞ്ഞ് നേരെ ഞാൻ പോയി പാത്രം കഴുകാൻ വേണ്ടി ചെന്നു കേട്ടോ. എനിക്കിങ്ങനെ പാത്രം കഴുകാതെ ഇങ്ങനെ സിങ്കിനകത്ത് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇരുന്ന പാത്രമെല്ലാം കഴുകി. അപ്പോൾ ഇനി രാവിലത്തെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നേരെ നമ്മുടെ വണ്ടിക്ക് ഓയിൽ മാറാറായിട്ടുണ്ട്, സ്കൂട്ടറിൻ്റെ. അപ്പോൾ അതിൻ്റെ ഓയിൽ മാറാൻ വേണ്ടിയിട്ട് പോവുകയാണേ. അത് മാറിയിട്ട് വരണം. നമ്മുടെ സ്വന്തം വീട്. നമ്മുടെ വീടൊരു വനത്തിലിരിക്കുന്ന പോലെയല്ലേ, ചുറ്റും പറമ്പാട്ടോ. റബ്ബർത്തോട്ടത്തിൻ്റെ ഒക്കെ നടുക്കാണ് നമ്മുടെ വീട്. അതുകൊണ്ടാട്ടോ അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ അമ്മ കടയിൽ പോയിട്ടില്ല. അമ്മ കടയിൽ പോകുന്നതിൻ്റെ മുന്നേ എനിക്ക് ഓയിൽ മാറിയിട്ട് തിരിച്ച് വന്നിട്ട് മകനെ അല്ലെങ്കിൽ കടയിലോട്ട് കൊണ്ടുപോയി കഴിഞ്ഞാൽ കുറച്ച് സീനാണ്. അച്ചർക്കൻ ആ കട മുഴുവൻ തലതിരിച്ച് വെക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ പോയിട്ട് ഓയിലൊക്കെ മാറിയിട്ട് വന്നിട്ട് കാണാം കേട്ടോ. വന്നു കഴിഞ്ഞ് കുറേ പരിപാടിയുണ്ട്, അലക്കും പെറുക്കും ഒക്കെ കിടപ്പുണ്ട്. ഓയിലൊക്കെ മാറി നേരെ വീട്ടിലേക്ക് വന്നപ്പോൾ ദേണ്ടേ നമ്മുടെ കുഞ്ഞുണ്ണി വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ അവനെ കണ്ട സന്തോഷത്തിലോട്ടോ, കുറേ ദിവസം കൂടി അവനെ കാണുന്നത്. അപ്പോൾ അതിൻ്റെ സന്തോഷം. അവനും ഞാനും വർത്തമാനം പറയുന്നതിൻ്റെ ഇടയ്ക്ക് നോക്കുന്ന ഒരാളെ കണ്ടോ, അവൻ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. അവനിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ മാറുമെന്ന് പറയുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വന്ന് നോക്കിക്കൊണ്ടിരിക്കുവേ. ഞങ്ങളിങ്ങനെ ഇരുന്ന് വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. അവൻ്റെ കോളേജിലെ കാര്യം പറയുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് അവൻ നമ്മളെക്കുറിച്ച് ഒരുപാട് കാര്യം ഇങ്ങോട്ട് ചോദിക്കും കേട്ടോ. കുഞ്ഞിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനോടൊരു കാര്യം പണ്ട് പറഞ്ഞ കാര്യങ്ങളും ചേച്ചി അത് ചെയ്തായിരുന്നോ, അത് ഓക്കെ ആണോ എന്നിങ്ങനെ അവൻ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവനിങ്ങനെ നമ്മളെക്കുറിച്ച് ഓർക്കുന്നുണ്ടല്ലോ, നമ്മളെക്കുറിച്ച് ശ്രദ്ധിക്കുന്നുണ്ടല്ലോ എന്നറിയുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പോയി തുണി അലക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. അത് അലക്കി കഴിഞ്ഞപ്പം നമ്മൾ വേണ്ട തുണിയൊക്കെ വിരിച്ചിട്ടു. ഇന്ന് പതിവില്ലാത്ത പോലെ ഇന്ന് നല്ല വെയിലായിരുന്നേ. അതുകൊണ്ട് രാവിലെ തന്നെ നമ്മുടെ തുണിയലക്കും അങ്ങനത്തെ പരിപാടികളൊക്കെ തീർക്കാമെന്ന് വിചാരിച്ചേ. അപ്പോൾ ഞാൻ തുണിയെല്ലാം വിരിച്ചിട്ടിട്ട് ഇനിയിപ്പോൾ നേരെ പോയിട്ട് അടിച്ചു വാരാനുണ്ട് നമുക്ക്. അപ്പോൾ അടിച്ചു വാരുക. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞുണ്ണി ഒരു ഫോൺ വന്നിട്ട് അങ്ങോട്ട് പോയി. അവൻ ആ ഫോണിൽ സംസാരിക്കുന്ന സമയത്തിനുള്ളിൽ പെട്ടെന്ന് അടിച്ചൊക്കെ വാരി എൻ്റെ പരിപാടികളൊക്കെ തീർത്തേക്കാന്ന് ഓർത്തിട്ട് ഞാൻ എല്ലാം ചടപടേന്ന് ചെയ്യുവാണ്. ഇന്ന് നമ്മുടെ മീൻചേട്ടൻ വന്നിട്ടില്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് മീനൊന്നും നമുക്കിന്നില്ലായിരുന്നേ. പക്ഷേ ഉള്ളത് കൂട്ടി നമുക്ക് കഴിക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ ചോറുണ്ണാനിരുന്നു കേട്ടോ. ഇവൻ എപ്പോൾ വന്നാലും നമ്മുടെ വീട്ടിൽ മീനൊന്നും കാണാത്ത സമയത്ത് ഇവൻ വരത്തുള്ളൂ കേട്ടോ. കാരണം ഇവൻ പറയാതേ വരത്തുള്ളൂ. ഇവൻ പെട്ടെന്ന് മുമ്പിൽ വന്ന് നിൽക്കുമ്പോഴേ നമ്മളിവൻ വന്നതറിയത്തുള്ളൂ. അതുകൊണ്ട് ഇവൻ വരുന്നതിന് മുന്നേ നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാൻ അങ്ങനെയൊന്നും ഇവൻ അങ്ങനത്തെ ഒരു ടൈപ്പാട്ടോ. ഇവൻ അങ്ങനെ പെട്ടെന്ന് നമ്മളൊരാൾ കഷ്ടപ്പെടുന്നൊന്നും ഇവൻ ഇഷ്ടമില്ലേ. അപ്പോൾ വർത്താനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അപ്പോൾ കുഞ്ഞുവിന് പോകാനുള്ള സമയമായി കേട്ടോ. ചിറ്റ വിളിച്ചിട്ടുണ്ടായിരുന്നു, മഴക്കാറ് കയറി വരുന്നുണ്ട്, പെട്ടെന്ന് വരാൻ പറഞ്ഞിട്ട്. അപ്പോൾ അവൻ ഇറങ്ങി. അപ്പോൾ ഞാൻ അവനോട് പറയുന്നുണ്ട്, എടാ നീ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ഹായ് പറയടാ, ബൈ ഗെയ്സ് എന്നൊക്കെ പറഞ്ഞ് പോടാന്നൊക്കെ പറഞ്ഞിട്ട് അവനെ അങ്ങ് പറഞ്ഞു വിട്ടു. അപ്പം ഞാൻ നേരെ വീട്ടിൽ കയറുന്നതിന് മുന്നേ വിളി വന്നു, ചേച്ചി എൻ്റെ ഫോൺ എടുത്തിട്ട് വരാം. മറവി ഒരു കൂടപ്പിറപ്പാണല്ലോ, ഞങ്ങൾക്ക് എല്ലാവർക്കും കുടുംബപരമായിട്ടേ ഉള്ളൊരു അസുഖമാട്ടോ. അപ്പോൾ അവന് ഫോണൊക്കെ മറന്നുപോയി. ആ ഫോൺ തിരിച്ചു കൊണ്ട് കൊടുത്തിട്ട് എന്നാൽ തുണിയൊക്കെ അങ്ങ് പെറുക്കിയെടുത്തു കേട്ടോ. കാരണം നല്ല മഴക്കാറായിരുന്നേ, പെട്ടെന്നായിരിക്കും മഴ ഓടി വരുന്നത്. അതുകൊണ്ട് വരുന്ന സമയത്ത് എടുക്കുന്നതിന് ഭേദം നേരത്തെ പെറുക്കിയെടുക്കുന്നതാണല്ലോ എന്നോർത്ത് അതെല്ലാം എടുത്തുകൊണ്ട് വന്നു.
അപ്പോളേ ഇന്ന് നമ്മളൊരു ഡേ ഇൻ മൈ ലൈഫ് ഒക്കെ എടുത്തോണ്ടിരിക്കുമല്ലായിരുന്നു. അപ്പം ഞങ്ങളുടെ കുഞ്ഞുണ്ണി പോയി കഴിഞ്ഞപ്പം ഞാനും എൻ്റെ വെല്ലുണ്ണിയും കൂടെ കയറി കിടന്ന് ഒറ്റ ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റു. പിന്നെ ഇപ്പോൾ സന്ധ്യയായി. ഇനി നമുക്ക് മിറ്റമടിക്കണം, കുളിക്കണം, പിന്നെ കുളിക്കണം, പ്രാർത്ഥിക്കണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഇത് അല്ലേ. നീ താനക്കുട്ടിയാ തലയാട്ടുന്നത്. അപ്പം കുഞ്ഞുണ്ണി വന്നു കേട്ടോ. അവൻ ബാംഗ്ലൂരാണേ. അവൻ ബാംഗ്ലൂർ നേഴ്സിംഗ് പഠിക്കും. അപ്പോൾ അവൻ ഫസ്റ്റ് ഇയറാണ്. അപ്പോൾ അവൻ വന്നു. അവൻ വെക്കേഷന് വരുമ്പോഴൊക്കെ നമുക്ക് വീട്ടിൽ വരും കേട്ടോ. ഇന്നിപ്പം ചില ദിവസം നമുക്ക് ഇവിടെ വന്ന് നിൽക്കും. ഇന്നിപ്പോൾ അവൻ തറവാട്ടില്ല, അമ്മയുടെ വീട്ടിലാണ്. അപ്പോൾ ഇന്ന് അമ്മയുടെ അനിയത്തിയുടെ മകനവൻ. അപ്പം അവന് ഭയങ്കര ഇഷ്ടം, നല്ല കൊച്ച, ഞങ്ങളുടെ ചക്കര നല്ല കൊച്ച കേട്ടോ. അവനാണെങ്കിൽ വന്ന് എപ്പോഴും ഭയങ്കര സ്നേഹമുള്ള ആളാണ് അവന്. അപ്പോൾ അവൻ വന്ന് ഇനി അവൻ പോയി. ഇനിയിപ്പോൾ അവൻ അടുത്ത വെക്കേഷന്, ഇവൻ പൂജാവധിക്ക് വന്നതാണ്. ഇനിയിപ്പം അവൻ അടുത്ത വെക്കേഷന് കുഞ്ഞുണ്ണിമാമൻ വരുമല്ലേടാ, ഇവൻ്റെ കുഞ്ഞുമാമൻ. അപ്പം അത്രേ ഉള്ളൂ. അപ്പോൾ ഇനിയിപ്പം ഞാൻ പോയി കുളിക്കുന്നതും നോർമലി. നമ്മുടെ വീടിൻ്റെ ചുറ്റിനും ഇങ്ങനെ മരമായതുകൊണ്ടുണ്ടല്ലോ അത്യാവശ്യം നല്ല കരികില കാണുമേ. അപ്പോൾ ഇത് മിറ്റം വടിച്ചെടുക്കുക എന്നുള്ളത് നല്ല ടാസ്ക്കാണ് കേട്ടോ. നമുക്ക് മിറ്റം കുറച്ചേ ഉള്ളെങ്കിലും നല്ല കരികിലയായിരിക്കും. ഈ മിറ്റിലെ വീഴുന്ന കരികിലൊക്കെ കുത്തിയിട്ട് പെറുക്കാൻ ഭയങ്കര പാടായിരിക്കും. അതുകൊണ്ട് അവനേക്കാളും വലിയ ചെരുപ്പ് ഇട്ടുകൊണ്ട് വന്ന് നിൽക്കുന്ന യാതൂട്ടനെ കണ്ടോ, ഇത് മിക്കപ്പോഴും ഇങ്ങനെയോട്ടെ, എന്നിട്ട് ഉരുണ്ട് പിടിച്ച് വീഴാറുമുണ്ടേ. അപ്പം ഞങ്ങളുടെ പണിയെല്ലാം തീർത്തിട്ട് കുളിച്ചിട്ട് വന്നു കേട്ടോ. അപ്പം നേരെ ഞാൻ വിളക്ക് കത്തിക്കാൻ പോയപ്പോൾ എന്നെ മാറ്റി നിർത്തിയിട്ട് യാദൂട്ടൻ മുന്നിൽ കയറി നിന്നേ. അപ്പോൾ യാദൂട്ടനാണ് ഇപ്പോൾ ഇവിടെ കുറേ ഇടയായിട്ട് വിളക്ക് കത്തിക്കുന്നത്. ആദ്യമൊക്കെ ഇവന് ഈ വിളക്ക് കത്തിക്കാൻ ലാമ്പെടുത്ത് ഇങ്ങനെ കത്തിച്ചെടുക്കാനൊക്കെ ഭയങ്കര പേടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇതൊക്കെ പുള്ളി ചെയ്യുന്നുണ്ട്. ഇവനിങ്ങനെ ചെയ്യുന്നത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഈ ചെറുപ്രായത്തിൽ ഇതൊക്കെ ചെയ്യുന്നുണ്ടല്ലോ എന്ന്. ഈ ക്രെഡിറ്റ് മുഴുവൻ കൊടുക്കേണ്ടത് അമ്മയ്ക്കാണ് കേട്ടോ. അമ്മ ഇവന് ഇതെല്ലാം പഠിപ്പിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഓർത്തത് സാമ്പ്രാണിത്തിരി കത്തിച്ചില്ലല്ലോ എന്ന്. അതിൻ്റെ തത്രപ്പാടാണ് കേട്ടോ ഇത്. അത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ ഈ വിളക്ക് കത്തിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഡാൻസും തുള്ളലും ഒക്കെ നടക്കും കേട്ടോ. പ്രാർത്ഥിച്ചു. ഞങ്ങൾക്ക് ഇനി വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് എന്നാടാ ചപ്പാത്തിയും സോയാബീനും. ചപ്പാത്തിയും സോയാബീനും കേട്ടോ ഇവിടെ. അപ്പം ഞങ്ങളത് കഴിച്ച് ഞങ്ങളിനി കയറി കിടക്കും. അതിന് മുന്നേ ഞങ്ങൾക്കൊരു കാര്യം ചെയ്യാനുണ്ട്. യാദൂട്ടന് ടേം പരീക്ഷയാണ്. അപ്പം ഞങ്ങൾ ഇന്നിരുന്ന് പഠിക്കുന്നത് ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല. കാരണം ഞാനും ഇവനും പഠിക്കാനിരുന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു വാൾപ്പേറ്റ് ആയിരിക്കും. അതുകൊണ്ട് ഞങ്ങൾ അവൻ്റെ വാഹബോധം കേട്ടോ, അത് ഞങ്ങൾ തമ്മിൽ ഗുസ്തിയായിരിക്കും കേട്ടോ. അപ്പം ആ ഗുസ്തി ഒന്നും ഞങ്ങൾ കാണിക്കുന്നില്ല, സ്വാഭാവികമായിരിക്കും. എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പഠിക്കാനിരുന്ന് കഴിയുമ്പോൾ അമ്മമാരും മക്കളും തമ്മിൽ എപ്പോഴും തല്ലൊക്കെ ആയിരിക്കുമല്ലോ. എനിക്ക് ദേഷ്യം വരും. ഇവൻ പഠിക്കാനിരിക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും. അപ്പം ഞാൻ വഴക്ക് പറയും. പണ്ട് അമ്മ പറയുകയും നിനക്കൊക്കെ ഒരു മകൻ ഉണ്ടാകുമ്പോഴേക്ക് നീ പറയും അറിയത്തുള്ളൂ. ഞാൻ പഠിക്കാനൊക്കെ പറയുന്ന സമയത്ത് പഠിക്കാതെ നടക്കുമ്പോഴേ പറയും. ഇപ്പം ശരിക്കും നന്നായിട്ട് അത് അറിയുന്നുണ്ട് കേട്ടോ. പക്ഷെ എന്നായാലും ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പം ഞങ്ങളിനി വേറെ പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ ടാറ്റാ പറയാം. ടാറ്റാ. അപ്പം നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ലൈക്ക് ബട്ടൺ കൂടെ ഒന്ന് ഞെക്കി വെക്കണേ. ഒന്ന് ഞെക്കി വെക്കണേ. അപ്പം ടാറ്റാ.